രാത്രി തമ്പാനൂർ നടന്നൊരു സംഭവമാണ്. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സിൽ ഭയങ്കര റഷായിരുന്നു. ഞാനും ഇടിച്ച് കയറി. കാരണം പിന്നീട് അങ്ങോട്ട് പോകാൻ ബസ് കുറവാണ്. അപ്പോൾ ഈ കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗിനകത്ത് പേഴ്സും മൊബൈലും വെച്ചിട്ടാണ് ചാടി കയറുന്നത്. ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ മൊബൈലും പേഴ്സും വേറൊരുത്തൻ പിന്നെ സിബ് തുറന്നിട്ട് മൊബൈൽ എടുത്തായിരുന്നു, പേഴ്സ് എടുത്തായിരുന്നു. ഇത് ഞങ്ങളുടെ ബാക്കിലിരുന്ന ചേട്ടൻ കണ്ടിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ആളെ പിടിച്ചിട്ട് ഉടനെ തന്നെ എൻ്റെ മൊബൈലും പേഴ്സും തിരിച്ച് കിട്ടി. എന്നാൽ അദ്ദേഹത്തെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പുള്ളിക്കാരൻ നല്ല സപ്പോർട്ട് ചെയ്തു. അയാളെ വിട്ടില്ലായിരുന്നു. കാരണം നമ്മളവിടെ ആൾക്കാർ വിളിച്ച് പറയുന്നത് 2 ദിവസം മുമ്പ് ഒരാളുടെ മൊബൈൽ മോട്ടിച്ചവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് തരുന്നാലും സ്റ്റേഷനിൽ കൊണ്ടുപോകണം തന്നെ എനിക്കും ഇതായിരുന്നു. പോലീസുകാരനെ വിളിച്ചു. അങ്ങനെ ഇദ്ദേഹം ആ പോലീസ് വരുമ്പോൾ എന്നെയും പോലീസുകാരോട് പറഞ്ഞു വിട്ടിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോയി. അങ്ങനെ ഇയാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പക്ഷെ അവിടെ കൊണ്ടുവരുമ്പോൾ വേറൊരു സംഭവം നടന്നു. പുള്ളിക്കാരൻ ഓട്ടോയിൽ കയറ്റി അവിടെ കൊണ്ട് ഇറക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് തൻ്റെ തല കൊണ്ടുവന്ന് ചെവിറിലിടിച്ചായിരുന്നു സ്റ്റേഷൻ്റെ അതിൽ ആ സൈഡിൽ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ തല ഇടിച്ച് പൊട്ടിച്ചതിൻ്റെ കാരണം കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാനും വെറുതെ വിടാൻ വേണ്ടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സ്ഥിരം ഇയാളുടെ ഒരു ഹോബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും പോലീസുകാർക്ക് അതും കൂടെ കണ്ടപ്പോൾ SIക്ക് വരെ ഭയങ്കര പേടിയായി. തമ്പാനൂർ സ്റ്റേഷനിലെ സംഭവമാണിത്. അവർ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മളെ കണ്ണിൽ പെട്ടാൽ പോലീസിൽ ഏൽപ്പിക്കുക തന്നെ വേണം. പക്ഷേ അതിനുള്ള ആക്ഷൻ അവരെടുക്കണം. പക്ഷേ ഇവരെല്ലാം പേടിച്ചിട്ട് അവർ പറയുന്നത് നിയമപാലകർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നവരെ അകത്തിടാനോ ഇല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനോ പേടിയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസുകാരുടെ ഇത് തിരിഞ്ഞു വരുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശക്തമായി എതിർക്കേണ്ടതാണ് പോലീസുകാർ. അപ്പം പോലീസുകാർക്ക് പേടിയെങ്കിൽ പാവപ്പെട്ട നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? നമ്മുടെ സാധനങ്ങൾ കാണാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.